പ്രമേയത്തിൽ നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവേശത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നെന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? പ്രമേയം മാത്രമല്ല, കുറെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ആവേശം ചെയ്യുന്നത്. ഞാൻ പറയണം, ഞാൻ ഷൂട്ട് നീട്ടി പോയതാണ് പുള്ളിക്ക് യുഗത്തിൽ നിന്ന് മാറേണ്ട വന്നത്. ഞാൻ സമയത്തിന് ഷൂട്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി ഏട്ടാ. പുഷ്പ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. എനിക്ക് കൂടുതൽ പരിപാടിയൊന്നുമില്ല, ഞാൻ ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. രസമുണ്ട്. പുഷ്പയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കഴിഞ്ഞിട്ട് മറ്റേ ആളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. ഇനി വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയത് ശരിയാ, നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. ഒരു ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം, ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അത് ഉണ്ട്. കുറച്ച് ഒറ്റ ദിവസം മതി. ഈ പാതിക്കട ഒരു ആക്ടിങ്ങില് ഓരോ ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ. എക്സാമ്പിൾ ഇപ്പോൾ ഷമ്മി കഥാപാത്രത്തിലായാലും ആ എന്താ പോലെ ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിന്റെ പല പല ലേയേഴ്സ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന അശോകന്റെ മറ്റേ രോമാഞ്ച അർജുന അശോകന്റെ ആ ചിരിച്ചിട്ട് തലയാട്ടുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. അപ്പൊ ഈ ഫാസിൽ ഇത്തരം ചെറിയ മാനേഴ്സ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറിസം എന്നുള്ളതല്ല, ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇതിനകത്ത്. ഇതുപോലും കയ്യെത്തും ദൂരത്തിലെ ഫാസിലും ആവേശത്തിലെ കൊണ്ടേക്ക് വരുന്ന ഫാസിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും അറ്റത്താ, ശരിയാ. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവേശം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് വൺമോർ ചിത്തു ആവശ്യപ്പെടുമ്പോൾ ചിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, ഇത് എന്തെങ്കിലും ഉണ്ടോ നമ്മള്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.